കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായി ആനത്തൊട്ടാവാടി. കൃഷിയിടങ്ങളിൽ അതിവേഗം പടർന്നു കയറുന്ന ഈ ചെടി മിമോസ ഡിപ്ലോട്രിക് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. കാർഷിക മേഖലയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഇവയെ നിയന്ത്രിക്കാൻ കൃഷി വനം വകുപ്പുകൾ തയ്യാറാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കൃഷിയിടങ്ങളിലും തരിശുഭൂമികളിലും അതിവേഗം പടർന്നു പിടിക്കുന്ന ആനത്തൊട്ടാവാടിയാണ് കർഷകർക്ക് ഭീഷണിയാകുന്നത്. മിമോസ ഡിപ്ലോട്രിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ മുള്ളൻചെടി വ്യാപകമായി വളരുന്നത് കൃഷിയെയും മേച്ചിൽപ്പുറങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. കാട്ടിഞ്ച ആനത്തൊട്ടാവാടി, പാണ്ടിത്തൊട്ടാവാടി എന്നീ പേരുകളിലാണ് പ്രാദേശികമായി ഈ ചെടി അറിയപ്പെടുന്നത്. വളർത്തുമൃഗങ്ങൾ ഇത് ഭക്ഷിച്ചാൽ ജീവന് തന്നെ ഭീഷണിയാകുമെന്നാണ് കരുതുന്നത്. ചെടി വനമേഖലകളിലേക്ക് കൂടി വ്യാപിച്ചാൽ തദ്ദേശീയ സസ്യങ്ങളെ പിന്തള്ളുകയും വന്യജീവികൾക്ക് ലഭിക്കുന്ന സ്വാഭാവിക ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. കർഷകർ സ്വന്തം നിലയിൽ ചെടി വെട്ടിമാറ്റുന്നുണ്ടെങ്കിലും വലിയ ഭാഗവും ഇത് വ്യാപകമായ സാഹചര്യത്തിൽ കർഷകരെ കൊണ്ട് കഴിയുന്നതല്ല പൂർണ്ണമായും വെട്ടിമാറ്റുക എന്നത്. ആനത്തൊട്ടാവാടി പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളിലെ കൃഷിവകുപ്പും വനംവകുപ്പും സംയുക്തമായി ഇടപെട്ട ശാസ്ത്രീയമായ രീതിയിൽ ചെടി നശിപ്പിക്കുന്നതിനും വ്യാപനം തടയുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ പറയുന്ന ആനത്തൊട്ടാവാടി എന്ന് പറയുന്നൊരു ഭീകരമായിട്ടുള്ള സംഭവമുണ്ട്. അത് ഈ കോഴി വളമാണെങ്കിലും ഇതാണെങ്കിലും ചാണകമാണെങ്കിലും നമ്മളിവിടെ കൊണ്ട് അത് ചെടികളുടെ കൊണ്ടിടും. ആ ചെടികളെ ശരിക്കും പറഞ്ഞ് നശിപ്പിക്കുക. ഇതങ്ങോട്ട് വളർന്നങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അവിടെ ലോകത്തൊരാൾക്ക് കടന്നില്ലാൻ പറ്റത്തില്ല. അതിനെ നശിപ്പിക്കാൻ കളനാശിനി പോലും അടിക്കും. സാധാരണ ഹൈറേഞ്ചിലെ കർഷകർ ശരിക്കും കളനാശിനി ഉപയോഗിക്കാറില്ല. പക്ഷേ എങ്കിൽ പോലും അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നടക്കുമല്ലോ. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.